ഹായ്. ഞങ്ങൾ വാരണാസിയിൽ ഒരു ബനാറസ് പട്ടുണ്ടാക്കുന്ന ഒരു യൂണിറ്റിൽ പോയായിരുന്നേ. പനയ ഹെറിറ്റേജ് കളക്ഷൻ എന്നാണ് അതിന്റെ പേര്. അപ്പൊ അവിടെ പോയപ്പോൾ അതുണ്ടാക്കുന്നതിന്റെ രീതി ഓരോന്ന് നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു പറഞ്ഞുതരാൻ. ബനാറസ് പട്ടിന്റെ പ്രത്യേകത തന്നെ അതിന്റെ ത്രെഡാണ്. അത് വളരെ നേർത്തൊരു ത്രെഡാണ്. ഒരു ബ്രൗൺ ഷീറ്റുള്ള ഒരു അച്ചുണ്ട്. അതായത് ഇവർ ആദ്യം പെൻസിൽ സ്കെച്ച് ചെയ്ത് അതിന് ഒരു അച്ചിന്റെ രൂപത്തിലാക്കി കണ്ടോ, ഈ ബ്രൗൺ ഷീറ്റ് ഉണ്ട്, ആ ഒരു ഷീറ്റിൽ കൂടെ കടത്തിവിട്ട് നെയ്തെടുക്കുന്നതാണ്. വളരെ വളരെ ക്ഷമയോടുകൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് അവിടെ പോയി നോക്കി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു വലിയ കലാവിരുത് തന്നെ പറയണം. അത്രയും നേർത്ത ഈ ഒരു നൂല് വെച്ച് ഉണ്ടാക്കുന്ന ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണിത്. അതുപോലെ തന്നെ ഇതിന് റേറ്റും കുറച്ച് കൂടുതലാണ് കേട്ടോ. കാരണം അറിയാമല്ലോ, ബനാറസ് പട്ടിന് അത്രയും വാല്യൂ ഉള്ളതാണ്. ഇന്ത്യയിൽ തന്നെ നല്ല സവിശേഷമായ ഒരു പട്ടാണ് ബനാറസ് പട്ട്. പണ്ടൊക്കെ രാജാക്കന്മാരും റാണിമാരും ഒക്കെ യൂസ് ചെയ്തിരുന്ന ഒരു വസ്ത്രമായിരുന്നു. വസ്ത്രം എന്ന് പറയില്ല, അതിൻ്റെ ഒരു മെയിൻ അതിൻ്റെ കളക്ഷനിലുള്ള ഒരു ഇതായിരുന്നു ബനാറസ് പട്ട്. ആ ഒരു കളക്ഷൻ എൻ്റെ കയ്യിൽ കീപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി. അതും എനിക്ക് ഗിഫ്റ്റായിട്ട് ഒരു സാരി കിട്ടി. ഞാനൊരു ചുരിദാറാണ് ഞാൻ എടുത്തത്. ഒരെണ്ണം എടുത്തത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എടുത്തത്. ഒന്നിന് പകരം ഇപ്പം രണ്ടെണ്ണമായി. അപ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സവിശേഷമായ ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ സംതൃപ്തിയിൽ ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.